വീക്കാണ്. ബാക്കിയുള്ള സിനിമ വെച്ച് നോക്കുമ്പോൾ വീക്കാണ്. ഇതിന് വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്നാലും ഇതിൻ്റെ മുൻ ഇൻസ്റ്റാൾമെൻറ്റ്സിൻ്റെ അത്ര വയലൻസ് ഒന്നും ഇല്ല. തീർച്ചയായും തിയേറ്ററിൽ തന്നെ കാണുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ലാസ്റ്റ് വന്ന 5th പാർട്ടിനേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് ഈ പടം. വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് കാരണം ഈ പാർട്ട് എത്ര കണ്ടാലും ഞാൻ തിയേറ്ററിൽ മടുക്കത്തില്ല. അതുകൊണ്ട് 6 വന്ന് 7, 8, 9, 10 വരട്ടെ. പടം ഇഷ്ടപ്പെട്ടു, പക്ഷേ മുമ്പത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ അത്ര വന്നിട്ടില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിലൊക്കെ വയലൻസ് ഒക്കെ ഭയങ്കരമായിരുന്നല്ലോ. പിന്നെ കുറച്ച് നമ്മൾ 10 വർഷം മുമ്പ് കണ്ട അതൊക്കെയല്ലേ. ഫാമിലിക്ക് വലിയ കണക്റ്റ് ആവാൻ തോന്നുന്നില്ല. ഇതിന് വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്നാലും ഇതിൻ്റെ മുൻ ഇൻസ്റ്റാൾമെൻറ്റ്സിൻ്റെ അത്ര വയലൻസ് ഒന്നും ഇല്ല. പെട്ടെന്ന് തീർന്നു തോന്നുന്നു. അവർക്ക് ഇഷ്ടപ്പെടും. ഫാൻസിന് മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഞാൻ എല്ലാ ഇൻസ്റ്റാൾമെൻറ്റ്സും കണ്ടിട്ടുള്ളതാണ് നേരത്തെ, പക്ഷേ അത്ര വന്നിട്ടില്ല. ഇത് തീർച്ചയായിട്ടും കൊള്ളാം, എല്ലാം കണ്ടു. പക്ഷേ ഞാൻ തിയേറ്ററിൽ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. നേരത്തെയൊക്കെ CD കണ്ടിട്ടുള്ള അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും അത്രയ്ക്കില്ല. അതിനകത്ത് അത്രയ്ക്കായിട്ട് സ്റ്റോറിയൊന്നും കാണിക്കുന്നില്ല. അതിനകത്ത് കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. മറ്റേതുപോലെ ഇത്തിരി ഇതില്ല. വളരെ ത്രില്ലിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. വയലൻസ് അത്ര സുഖമല്ല, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കും. വീക്കാണ്. ബാക്കിയുള്ള സിനിമ വെച്ച് നോക്കുമ്പോൾ വീക്കാണ്. പടം 5th പാർട്ടിനേക്കാൾ കുറച്ചും കൂടെ ബെറ്ററാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഫാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഷോ കാണാൻ വന്നത്. 5th പാർട്ടിനേക്കാൾ കുറച്ചും കൂടെ ബെറ്ററാണ്. പിന്നെ എനിക്കൊന്ന് 2011 ഇതിൻ്റെ ലാസ്റ്റ് 5th ഫ്രാഞ്ചൈസ് വന്നത്. അപ്പോൾ ഇത്രയും വർഷത്തൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് തന്നെ CGI, VFX, ഗ്രാഫിക്സ് ഒക്കെ നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കൊള്ളാം. ബട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇതിലെ 1ഉം 3ഉം തന്നെയാണ്. ഫസ്റ്റ് പാർട്ടും 3rd പാർട്ടും തന്നെയാണ് എൻ്റെ ഫേവറേറ്റ്. സ്റ്റിൽ വാച്ചബിളാണ്. കൊള്ളാം. തീർച്ചയായും ഇത് തിയേറ്ററിൽ തന്നെ കാണണം. തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ സ്ഥിരം കുറച്ച് ഫാൻസ് ഉണ്ട്. അവർക്കൊക്കെ നന്നായിട്ട് പടം ഇഷ്ടപ്പെടും. എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. വയലൻസ് ഒക്കെ അത്യാവശ്യമുണ്ട്. ഈ പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് പോലെ നമ്മൾ നോക്കി അറിയാം, വയലൻസിനാണ് ഇമ്പോർട്ടൻസ്. വയലൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ഹാർട്ടായിട്ടുള്ളവർ കയറി കാണാൻ ഞാൻ പറയത്തില്ല. സ്ഥിരം ഈ പടത്തിന് ഫാൻസ് ഉണ്ട്. അവർ തീർച്ചയായും വന്ന് കാണുക. പിന്നെ എന്താണ്, ഈ ബ്ലഡ് ഷെഡൊക്കെ കണ്ടാൽ പേടിക്കുമെന്നുള്ളവർ കാണാൻ ഞാൻ പറയത്തില്ല. അങ്ങനൊന്നുമില്ല. നമ്മൾ ഈ മോഡൽ സിനിമകളൊക്കെ ഒരുപാട് കാണുന്ന ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ മോഡൽ സിനിമകൾ കാണുന്ന ഒരാളാണ്. ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ വലിയ ഫാനുമാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തീർച്ചയായും തിയേറ്ററിൽ തന്നെ കാണുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ലാസ്റ്റ് വന്ന 5th പാർട്ടിനേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് ഈ പടം. ഇല്ല ഈ പടത്തിൻ്റെ ഫുൾ ഫ്രാഞ്ചൈസ് അങ്ങനെ തന്നെയാണ്. 2 മണിക്കൂറിനകത്തൊക്കെ തന്നെയാണ്. പിന്നെ ടോണി ടോഡിൻ്റെ ലാസ്റ്റ് പടമാണ്. പുള്ളിക്കൊരു ട്രിബ്യൂട്ടൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഓവറോൾ കൊള്ളാം. വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് കാരണം ഈ പാർട്ട് എത്ര കണ്ടാലും ഞാൻ തിയേറ്ററിൽ മടുക്കത്തില്ല. അതുകൊണ്ട് 6 വന്ന് 7, 8, 9, 10 വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. വലിയൊരു ക്രൗഡ് ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്യാവശ്യം ഒരുപാട് നല്ല സിനിമകൾ ഇപ്പം കിടപ്പുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച, അതിൻ്റെ മുന്നത്തെ ആഴ്ചയൊക്കെ ഒരുപാട് നല്ല സിനിമകളൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ കണ്ട് പ്രേക്ഷകർ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും. ബട്ട് ഇതിൻ്റെ ഒരു ഒപ്പീനിയൻ കയറാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പടത്തിൻ്റെ സ്ഥിരം ഫാൻസ്, ഈ ഫ്രാഞ്ചൈസിൻ്റെ സ്ഥിരം ഫാൻസായിട്ടുള്ള ആരും ഇത് കാണാണ്ടിരിക്കില്ല. എല്ലാവരും വന്ന് കാണും, ഉറപ്പാണ്.